പിണറായിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ച് മനോരമ ഒരു വാർത്താ കാർഡ് അടിച്ചിറക്കിയിട്ടുണ്ട്. ഇ.ഡി. പിണറായിലേക്ക് അത്രേ. ഇതേ നോക്കിയേ, പിണറായി വിജയൻ്റെ ആ നോട്ടവും രൗദ്രഭാവത്തിലുള്ള ഫോട്ടോ അദ്ദേഹം ഏതെങ്കിലും ഒരിടത്ത് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ മനോരമയുടെ കൈവശമുണ്ട്. ഏതെങ്കിലും ഗൗരവതരമായിരുന്ന വേദിയിൽ അദ്ദേഹം സൈഡിലേക്ക് നോക്കിയതിനെ സ്റ്റില്ല് കട്ട് ചെയ്തെടുത്ത് അയാളുടെ ആ ഫോട്ടോ കാണുമ്പോൾ ഈ സമൂഹത്തിന് തോന്നണം, കണ്ടില്ലേ അയാളുടെ നോട്ടം, അയാളെ ഇരിപ്പ് കണ്ടില്ലേ? ആ ഫോട്ടോ കണ്ടിട്ട് തന്നെ ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പ് തോന്നണം. ആ നിലയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കെതിരെയും ഇത്തരം ഫോട്ടോ മനോരമ ജീവിതത്തിൽ പടച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോയും വെച്ചിട്ട് CMR എക്സാലോജിക് ഇടപാടിൽ ഇ.ഡി. പിണറായി വിജയനിലേക്ക് എന്ന രീതിയിൽ ഒരു ചോദ്യചിഹ്നമൊക്കെ അടിച്ച്, പിണറായി വിജയനിൽ എത്തിയെന്നല്ല, ഒരു ചോദ്യചിഹ്നം മനോരമയ്ക്ക് കൂടി സംശയമുണ്ട്. ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം ഉടൻ. കേട്ടല്ലോ, ഇ.ഡി. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്താണ് ടാസ്ക്? കേന്ദ്രന്മാരും പ്രതിസന്ധിയിലാണ്, സംസ്ഥാനത്തെ മേനോൻ സർക്കാരും പ്രതിസന്ധിയിലാണ്. അതിൽ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ മാധ്യമ ചർച്ചകളെല്ലാം നിലനിൽക്കുന്നത്. ജനം വെറുത്ത് തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ട് വിഭാഗക്കാരെയും. ഈ രണ്ട് വിഭാഗക്കാരെയും ജനം വെറുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജനം വെറുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചർച്ച അതിൽ തന്നെ നിന്നാൽ, അവരോടുള്ള താല്പര്യം കുറഞ്ഞാൽ മനോരമയുടെ കച്ചവടം പൂട്ടും. അങ്ങനെ രണ്ട് വിഭാഗക്കാരും കൂടി ചേർന്ന് CMR എക്സാലോജിക് കേസ് 2021-22 നടന്ന കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് 2026 പിണറായി വിജയനെ ഇ.ഡി. മൂക്കിക്കയറ്റാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്ത അച്ചടിച്ചിറക്കുന്നതിന് പിന്നിൽ ഇവിടത്തെ ചർച്ചകൾ വഴിമാറ്റാനും പിണറായി വിജയനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിനെ തടയാനുള്ള തന്ത്രമാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇ.ഡി. എന്താണെന്ന് ഈ രാജ്യത്താകമാനമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടി, അരവിന്ദ് കെജ്രിവാളിനെതിരെ എടുത്ത കേസ്, ഡൽഹി മദ്യനയ കേസ് എന്തായി? ഇപ്പോ ഹൈക്കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഒരു തെളിവുമില്ല, പക്ഷേ വലിയ വാർത്തകളായിരുന്നു നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്തിച്ചത്. അതേ ഉള്ളു ലക്ഷ്യം. ഇവരുടെ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ അപ്പോഴെടുത്ത് കോടതി ചവറ്റുകുട്ടയിൽ അറിയും. അങ്ങനെ ഇ.ഡി. എന്തോ ഇവിടെ വലിയ കിളയ്ക്കാൻ പോകുന്നു എന്ന തരത്തിൽ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ ഇ.ഡി. മൂക്കിക്കയറ്റാൻ വരുന്നു എന്ന തരത്തിൽ വാർത്തയടിച്ചിറക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ പാദസേവകരെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കുന്നതിന് പിന്നിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട് നല്ല ജനപിന്തുണ കിട്ടി. അവർ സ്വീകരിച്ച നിലപാടുകൾക്ക് കയ്യടി ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മുഖം തിരിച്ചു നിന്ന കോൺഗ്രസുകാരും ഒപ്പം തന്നെ സംഘപരിവാറിനെതിരെ ആണല്ലോ കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിന് വന്നത്. അതിന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷമാണല്ലോ. ആ മൈലേജ് ഉണ്ടാകാൻ പോകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രീകരിച്ച് നമ്മൾ വാർത്തകൾ ഉണ്ടാക്കണം. വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് അവരുടെ ഉള്ളിൽ ഇവരെല്ലാം പ്രശ്നക്കാരാണെന്നുള്ള ചിന്ത ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഈ നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ പേരിലും ഉണ്ടാക്കാത്ത രീതിയിൽ കമല ഇന്റർനാഷണൽ എന്ന് പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ കമ്പനി ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ രമ്യ ഹർമ്മ്യമുണ്ട് എന്ന പേരിൽ ഒരു അത്യാഡംബര വീട് സമൂഹത്തിന്റെ മുന്നിൽ പിണറായിയുടെ വീടെന്ന പേരിൽ പ്രചരിപ്പിച്ചു. ഇതൊക്കെ എന്തുകൊണ്ട് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് നേരെ ഉണ്ടാകുന്നില്ല? അത് ടാർഗറ്റ് പോയിന്റ് ആണ്. ആരുടെ ടാർഗറ്റ് പോയിന്റ്? കേരളത്തിലെ മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും. ആ ടാർഗറ്റ് ആരുടെയും ടാർഗറ്റ് ആകുന്നു? മനോരമയുടെയും ടാർഗറ്റ് ആകുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയന് മാത്രം ഒരു പ്രത്യേകതരം ഫോട്ടോ കണ്ടില്ലേ? ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചിത്രം പിണറായിയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ മനോരമയ്ക്ക് അത് കിട്ടും. മനോരമ അങ്ങനെ ചില പ്രതികരണങ്ങൾ നടത്തുന്നതിനിടയിൽ നിന്ന് ഒരു സ്റ്റിൽ ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ആ ദൃശ്യം ഉപയോഗപ്പെടുത്തി നെഗറ്റീവ് സൃഷ്ടിക്കുന്ന വാർത്താ വൈഭവം കാണണേ. എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനെ ഇ.ഡി. വന്നങ്ങ് മൂക്കിക്കയറ്റണമെങ്കിൽ തൽക്കാലം കയറ്റട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ പണമിടപാട് മേടിച്ചുള്ള വാർത്ത കണ്ടിട്ട് തൽക്കാലം ഇത്തരം വാർത്തകളെ ചർച്ച ചെയ്യാൻ കേരളത്തിന് സൗകര്യമില്ല എന്ന് മാത്രമാണ് മനോരമയെ അറിയിക്കാനുള്ളത്.